അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വനവാസത്തിന്റെ അടുത്ത നാളുകൾ ചിലവഴിക്കാനായി മൂവരും സുന്ദരമായ പഞ്ചവടിയിൽ എത്തിച്ചേർന്നു. ഗോദാവരി നദിക്കരയിൽ പ്രകൃതിഭംഗിയും ശാന്തതയും നിറഞ്ഞൊരു സ്ഥലം ആശ്രമം പണിയാനായി ശ്രീരാമൻ തിരഞ്ഞെടുത്തു. തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കുമായി ലക്ഷ്മണൻ അതീവ സുരക്ഷിതവും മനോഹരവുമായ ഒരു പർണശാല സ്വന്തം കൈകളാൽ പണിതുയർത്തി. ലക്ഷ്മണൻ പണിത ആ പുതിയ പർണശാലയെ സീതാദേവി തന്റെ കൈപുണ്യത്താൽ ഒരു കൊച്ചു കൊട്ടാരമാക്കി മാറ്റിയെടുത്തു. ആയുധമേന്തി രാപ്പ കലില്ലാതെ ലക്ഷ്മണൻ കാനന നടുവിലായി ദർഭവിരിപ്പിലായി ശയനം ചെയ്തിടും രഘുരാമാഹരേ. ചന്ദനമുകിലുപോൽ സുന്ദരനായിടും നിത്യനിരഞ്ജന ശ്രീരാമാഹരേ. ഈ വനജീവിതം നമ്മുടെ പരീക്ഷണത്തിന്റെ തുടക്കമാണ്. ആര്യപുത്ര, ഈ കാടിന്റെ ശാന്തത എനിക്കൊരു ഭയം തോന്നിക്കുന്നു. ഭയപ്പെടേണ്ട സീതേ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ആ മാൻ എത്ര സുന്ദരം! അതിനെ എനിക്ക് വേണം. ഇത് സാധാരണ മാനല്ല, എങ്കിലും ഞാൻ അതിനെ പിടിച്ചുകൊണ്ടുവരാം. ലക്ഷ്മണ, രാമന്റെ ശബ്ദം കേട്ടോ? അദ്ദേഹം അപകടത്തിലാണ്. അത് മായാണമ്മേ, ഞാനിവിടുന്ന് പോകാൻ പാടില്ല. നീ പോകണം ലക്ഷ്മണ, അതെന്റെ ആജ്ഞയാണ്. അമ്മേ, സീതേ, ഈ രേഖ കടക്കരുത്. ഇത് നിങ്ങളെ രക്ഷിക്കും. ഭിക്ഷം ദേഹി അമ്മേ. ഞാൻ ലങ്കാധിപതി രാവണൻ. ദശവദനനെന്നൊരു വീരൻ, ദശാനനവനഴകൻ, പാലാഴി മങ്കയായ ലക്ഷ്മി തന്നവതാരം, പൂണ്ടങ്കനയാം ജാനകിയെ കട്ടുകൊണ്ടുപോയി. രാവണ, നീ ചെയ്യുന്നത് അധർമ്മം. മര്യാദയ്ക്ക് ദേവിയെ തിരികെ കൊണ്ടാക്കും, അല്ലാതെ ഇവിടെ നിന്നും ഒരടി നിനക്ക് ചലിക്കാൻ കഴിയില്ല. വെറുതെ അസംബന്ധം പുലമ്പാതെ വൃദ്ധപക്ഷി, വഴിമാറൂ. സാധിക്കില്ല രാവണ. ധർമ്മം കാക്കുക എന്നത് എന്റെ കർത്തവ്യമാണ്. എന്തു വില കൊടുത്തും ദേവിയെ ഞാൻ ശ്രീരാമ പ്രഭുവിന്റെ പക്കൽ തിരികെ എത്തിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ വൃദ്ധൻ പോരാടി മരിക്കും. അങ്ങനെയോ? എങ്കിൽ പിന്നെ മരിക്കാൻ നീ തയ്യാറായിക്കോ. രാമൻ സീതയെ തേടി നടന്നേ. താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. സങ്കടം കൊണ്ടു പിടഞ്ഞേ, നീല കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. ഞാൻ ഹനുമാൻ, രാമത്തോഴൻ. എന്റെ ലക്ഷ്യത്തിൽ ഞാൻ തയ്യാറാണ്. എന്റെ ശക്തിക്ക് മുന്നിൽ ആരുമില്ല. ജയ് ശ്രീറാം! ലക്ഷ്മണ, ഹനുമാൻ! രാജാധിരാജനായി 7 ലോകവും വാഴുന്ന
ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എപ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക. ആനന്ദരാമ ആതങ്കനാശാ ലോകാഭിരാമ ലോകാഭിരാമ ജീവിതയാഗത്തിൽ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ. രാമായണം വെറുമൊരു ഗ്രന്ഥമല്ല, അത് ആത്മാവിനെ തഴുകി ഉണർത്തുന്ന തപോതീർത്ഥമാണ്. ഈ കർക്കിടകത്തിൽ മഴയുടെ സംഗീതത്തിനൊപ്പം രാമനാമം ചൊല്ലാം. അറിവിന്റെ തിരിതെളിക്കാം. ഹരേ രാമ 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 ഹരേ.